നമ്മളൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതം എത്രത്തോളം മനോഹരമാണെന്ന് നമ്മൾ ആലോചിക്കുക. എത്രത്തോളം ബ്ലെസ്ഡ് ആണ് നമ്മൾ. ജീവിതത്തെ എത്ര മനോഹരമായി ഉപയോഗിക്കാൻ നമ്മളെക്കൊണ്ട് സാധിക്കും. നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാവരുടെ മനസ്സിലുമുള്ള ഒരു ആഗ്രഹമായിരിക്കും ഒരു സംരംഭം തുടങ്ങുക എന്നത്. സംരംഭം തുടങ്ങുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് എല്ലാവർക്കും അറിയാം. ഒരു സംരംഭത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ, ഒരാശയം നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ തന്നെ അത് നമ്മുടെ തലച്ചോറിലിട്ട് വേണ്ട രീതിയിൽ പ്രവർത്തിപ്പിച്ച് അതിനെ ശരിയായ പ്രാക്ടിക്കൽ സെൻസോടുകൂടിയ ദീർഘവീക്ഷണത്തോടുകൂടിയ ഒരാശയമാക്കി മാറ്റുക എന്നത് ചെറിയ കാര്യമല്ല. അതിന് അതിന്റേതായ സമയമെടുക്കും. എന്നാൽ കഴിയുന്നത്ര വേഗത്തിൽ പരമാവധി റഫറൻസുകളിലേക്ക് പോയി പരമാവധി ഡീപ്പായിട്ട് അതിനെക്കുറിച്ച് പഠിക്കാൻ നമ്മൾ തയ്യാറാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം. സാധാരണഗതിയിൽ പറയാറുണ്ട്, ഒരു സംരംഭകനാവുക, ഒരാശയം മുളയ്ക്കുക മനസ്സിനകത്ത് എന്ന് പറയുന്നത് ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുന്നത് പോലെയുള്ള ഒരു പ്രോസസ്സാണ്. ഒരാശയം, അതായത് ഒരു അണ്ടമായി അല്ലെങ്കിൽ ഒരു ഭ്രൂണമായി വളർന്നത് മുതൽ അതിനെ പെറ്റുപോറ്റുന്നത് വരെയുള്ള ഒരു പ്രോസസ്. ഒരമ്മ എത്രത്തോളം സഹനമാണ് ആ ഒരു കുഞ്ഞിനെ ഭൂമിയിലേക്ക് ഇറക്കുന്നതിനിടയിൽ അനുഭവിക്കുന്നത്. എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് അവർ അതിന്റെ ഓരോ പ്രോസസ്സിലൂടെയും കടന്നു പോകുന്നത്. ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, ചിലപ്പോൾ ഛർദി തോന്നും, ചിലപ്പോൾ വിചാരിച്ച സ്ഥലങ്ങളിലേക്ക് പോകാൻ പറ്റില്ല, ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ കഴിക്കാൻ സാധിക്കില്ല. എല്ലാം അവിടെ തന്റെ കുഞ്ഞിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യാം. അതുപോലെ ഒരു സംരംഭകൻ ഒരാശയം മനസ്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ എത്തിച്ചേരേണ്ട പലതിലേക്കും നമുക്ക് എത്തിച്ചേരാൻ പറ്റണമെന്നില്ല. അതിനെ ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിലേക്ക് കൊണ്ടുവന്നു വെറും ഒരു ഭ്രൂണത്തിൽ നിന്നും ഒരു മനുഷ്യരൂപത്തിലേക്ക് വരുന്നത് പോലെ ഒരു ബിസിനസിന്റെ എല്ലാ സംഗതികളുമുള്ള ഒരു സംഭവമാക്കി മാറ്റുന്നത് ഉള്ള ഒരു പ്രോസസ്. അത് കഴിഞ്ഞാലും തീരുന്നില്ല. ഒരമ്മ കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞ് വളർന്ന് സ്വന്തം നിലയിൽ നടക്കാനാവുന്നത് വരെയുള്ള ഒരു പ്രോസസ് ഉണ്ട്. ആ സമയം വരെയുള്ള ഒരു സഹനമുണ്ട്. ആ ഒരു സഹനത്തിന് വേണ്ടിയിട്ട് ഒരു സംരംഭകൻ തയ്യാറാവണം. പലതരത്തിൽ പാതിരാത്രിയും നമ്മുടെ ഉറക്കം എല്ലാത്തിനെയും ഡിസ്റ്റർബ് ചെയ്യും. ഈ ഒരു ഡിസ്റ്റർബൻസ് നമുക്ക് എങ്ങനെ കോപ്പപ്പ് ചെയ്യാമെന്നതിനപ്പുറത്തേക്ക് അത് ഒഴിവാക്കാൻ ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് ഒരു സംരംഭകനാവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു സ്ത്രീ ഗർഭം ധരിക്കുന്നത് മുതൽ അതിനെ പെറ്റുപോറ്റി ഒരു സ്വന്തം കാലിലേക്ക് നിൽക്കുന്നത് വരെ അതിനെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി എത്രത്തോളം സഹനങ്ങൾ ചെയ്യുന്നുണ്ടോ അത്രത്തോളം സഹനം നിങ്ങൾ മനസ്സിൽ ഊഹിച്ചുകൊണ്ട് വേണം ഒരു സംരംഭത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ. എന്തായാലും ഇത്ര ആത്മാർത്ഥതയോടെ, തീവ്രമായ ആഗ്രഹത്തോടെ, അടയാളപ്പെടുത്തണമെന്ന ഒരു ചിന്തയോടെ നിങ്ങളൊരു സംരംഭം ഏറ്റെടുക്കുകയാണെങ്കിൽ വളരെ സുഗമമായി നിങ്ങൾക്ക് കുറച്ചു കാലത്തിന് ശേഷം എൻജോയ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. സൈനിങ് ഓഫ്, പുഷ്പാകരൻ വെള്ളിച്ചാൽ. താങ്ക് യു.